ഹലോ, നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ മെയിൻ പേപ്പറാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്നത്. അതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ വീഡിയോ ഇട്ടിരുന്നു, കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എക്സാമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്ലോക്കിൻ്റെ നോട്ട് റെഡിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ എല്ലാ ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി 3 പേപ്പറുകളുടെയും മലയാളം നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട് PDF ആയിട്ട്. അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പെയ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ PDFകളുണ്ട്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ആൻസർ കംപ്ലീറ്റ് ഉണ്ടാവില്ല, എന്നാൽ 1 വേർഡിൻ്റെയൊക്കെ ആൻസറുണ്ട്. അത്തരത്തിലുള്ള PDFകളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലാസ്റ്റിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ അതിൽ തരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സോഷ്യോളജി ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇനി നമ്മൾ പറയാനുള്ളത് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജിയാണ്. അതിൽ ഇന്ത്യയിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും കൊളോണിയൽ വ്യാപനത്തിൻ്റെ ഫലമായിട്ടാണ് സോഷ്യോളജിയും ആന്ത്രോപോളജിയും ഉയർന്നു വന്നത്. കൊളോണിയലിസത്തിന് മുമ്പ് തന്നെ തദ്ദേശീയരായ അനേകം എഴുത്തുകാർ അവരുടെ രചനകളിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ തത്വശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ, വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ രചനകൾ എന്നിവ അന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു അവരുടെ ഗ്രന്ഥങ്ങളിൽ. അയൽരാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ കുറിപ്പുകളിലും ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള പഠനങ്ങളിൽ 3 പ്രബലമായ വിവരണങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് 19, 20 നൂറ്റാണ്ടുകളിൽ. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 പ്രബലമായ വിവരണങ്ങൾ നോക്കുക. ഒന്ന് ഓറിയൻ്റലിസമാണ്, ഓറിയൻ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ പൗരസ്ത്യവാദികൾ. രണ്ടാമത്തത് ഇൻഡോളജി. മൂന്നാമത്തത് കൊളോണിയൽ എത്നോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ കൊളോണിയൽ നരവംശാസ്ത്രജ്ഞരാണ്. ഇതിലാദ്യത്തെ നോക്കാം നമുക്കിനി. ആദ്യം എന്താണ്? ഓറിയൻ്റലിസ്റ്റുകൾ അഥവാ പൗരസ്ത്യവാദികളാണ്. ഈ വിഭാഗം ആളുകൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളുടെ ദാർശനികതയിൽ അല്ലെങ്കിൽ അതിൽ പറയുന്ന ദാർശനികപരമായ തത്വങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് രചനകൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. അവർ ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുകയും ഇന്ത്യൻ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ചരിത്ര വിവരണം വ്യത്യസ്ത ജാതി ഗ്രൂപ്പുകളും സമുദായങ്ങളും തമ്മിലുള്ള വ്യതിയാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ ഇൻഡോളജിസ്റ്റുകൾ സംസ്കൃത ഗ്രന്ഥങ്ങളെയും മറ്റ് ക്ലാസിക്കൽ രേഖകളെയുമാണ് ഇന്ത്യൻ സമൂഹത്തെയും സാമൂഹിക ക്രമത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയത്. ഈ ഗ്രന്ഥങ്ങളിലുള്ള ഇന്ത്യൻ സാമൂഹിക സാംസ്കാരിക വിവരണങ്ങൾ മാനദണ്ഡ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നാണ് അവരുടെ വാദം. ഇവ യഥാർത്ഥ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചിരുന്നില്ല എന്നാണ് അതിനെ വിമർശിക്കുന്നവർ പറയുന്നത്. ആരുടെ വിവരണങ്ങൾ? ഇൻഡോളജിസ്റ്റുകളുടെ വിവരണങ്ങൾ. ഈ ബുക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ പുസ്തകത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വീക്ഷണം, അതിനെയാണ് ബുക്ക് വ്യൂ എന്ന് പറയുക കേട്ടോ. ഇന്ത്യയിലെ ഉന്നത ജാതിക്കാരുടെ വീക്ഷണങ്ങളാണ്. അതിലെ കാഴ്ചപ്പാടുകൾ, ആദർശങ്ങളൊക്കെ എന്താണ്? അതിനൊരു പ്രത്യേക സ്വഭാവം ഉള്ളതായിരിക്കും. ആന്തരികവും ബാഹ്യവുമായ വ്യത്യസ്ത ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നില്ല. ഈ ബുക്ക് വ്യൂ, അതായത് പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് വരെ നൽകുന്നവർ ബോധവാന്മാരായിരുന്നില്ല. ഇനി മൂന്നാമത്തെ വിഭാഗമായ കൊളോണിയൽ നരവംശാസ്ത്രജ്ഞന്മാർ. അവർ ഇന്ത്യൻ ജാതി വ്യവസ്ഥ, ഗോത്രങ്ങൾ, ഗ്രാമങ്ങൾ, മതസമുദായങ്ങൾ എന്നിവയെക്കുറിച്ച് ധാരാളം മോണോഗ്രാഫുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൊളോണിയൽ പദ്ധതികളുടെ ഭാഗമായി ഈ രചനകൾ ഇന്ത്യൻ ജനതയെയും സംസ്കാരത്തെയും കുറിച്ച് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചും വംശീയവുമായ ഒരു കണക്കാണ് രൂപീകരിച്ചത്. അതായത് യൂറോപ്പിൽ ചിത്രീകരിക്കണമല്ലോ ഇന്ത്യക്കാരെങ്ങനെയാണോ, അപ്പോൾ എന്തായാലും അതിൽ നന്മ ഉണ്ടാവില്ല എന്നറിയാം. അതേപോലെ തന്നെ വംശീയത അതിൽ ചിത്രീകരിക്കാൻ കൊള്ളുന്നതാണ്. ബ്രിട്ടീഷുകാർ ഉന്നത വംശജരാണ്, ഇന്ത്യക്കാർ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ രൂപത്തിലുള്ള ഒരു രചനയായിരുന്നു ആരുടേത്? കൊളോണിയൽ നരവംശാസ്ത്രജ്ഞന്മാരുടേതെന്നാണ് പറയപ്പെടുന്നത്. ഈ നരവംശാസ്ത്ര വിവരണങ്ങളുടെ രീതിശാസ്ത്രപരവും സൈദ്ധാന്തികവുമായ ചട്ടക്കൂടുകൾ ചരിത്രപരവും നിഷ്ക്രിയവുമായ സ്വഭാവമുള്ളതാണ് എന്നും പറയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ എഡ്വാർഡ് തർസ്റ്റൺ, വില്യം ക്രൂക്ക്, ഹെർബർട്ട് റിസ്ലി, JH ഹോട്ടൺ തുടങ്ങിയ ഭരണാധികാരികളും നരവംശാസ്ത്രജ്ഞരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ അന്നത്തെ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തിട്ട് അവരും ഇതിന് തയ്യാറായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കൊളോണിയൽ ഭരണാധികാരികൾ അവരുടെ നയങ്ങളുടെയും നിയമങ്ങളുടെയും രൂപീകരണത്തിന് വേണ്ടി ഇവരുടെ ഡാറ്റകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ പറഞ്ഞ നരവംശാസ്ത്രജ്ഞരുടെ ഡാറ്റകളെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സമൂഹം അന്ധവിശ്വാസവും പ്രാകൃതത്വമുള്ള ഒരു ശ്രേണീകൃതവുമായ സമൂഹമാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഒരു പ്രത്യേക ശ്രേണി അതുണ്ടല്ലോ, ജാതി ശ്രേണികൾ ഉണ്ടായിരുന്നല്ലോ, ആ ശ്രേണീകൃതവുമായ സമൂഹമാണ് ഇന്ത്യയിലുള്ളതെന്നാണ് ഇവരുടെ അഭിപ്രായം.
ഈ കൊളോണിയൽ നരവംശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സ്വയം ഭരിക്കാൻ നമ്മളെ തന്നെ ഭരിക്കാൻ, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കണമെന്ന് പറയാനാണ് വരുന്നത്. സ്വയം ഭരിക്കാൻ കഴിവില്ല, പാശ്ചാത്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ അല്ലാതെ അവർക്ക് ആധുനികവൽക്കരിക്കാനും കഴിയില്ല എന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു കൊളോണിയൽ എത്നോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ നരവംശാസ്ത്രജ്ഞന്മാർ. പിന്നീടുള്ള കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവും ദേശീയതയുടെ ഉണർവും ഒക്കെ ഉണ്ടായപ്പോൾ ഈ കൊളോണിയൽ വിവരണങ്ങളെ നമ്മൾ ഇന്ത്യക്കാർ തന്നെ ചോദ്യം ചെയ്യാനും തുടങ്ങി. ഇന്ത്യൻ പണ്ഡിതന്മാരും തത്വചിന്തകരും ഇന്ത്യൻ തത്വചിന്തയുടെയും മതപരമായ ആചാരങ്ങളുടെയും വിദേശ വ്യാഖ്യാനത്തെ വളരെ ശക്തമായി തന്നെ വിമർശിച്ചു. വിദേശ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങളെ ശക്തമായി തന്നെ വിമർശിച്ചു. ഇന്ത്യൻ ചരിത്രകാരന്മാരും സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യൻ ചരിത്രം, സമ്പദ് വ്യവസ്ഥ, സമൂഹം എന്നിവയുടെ ഒരു ബദൽ വിവരണം വികസിപ്പിച്ചു. ആരുടെ വിവരണത്തിന് ബദൽ? ഈ പറഞ്ഞ നരവംശാസ്ത്രജ്ഞരുടെ വിവരണത്തിനൊരു ബദൽ വിവരണം തന്നെ അവർ അവതരിപ്പിച്ചു. മറുവശത്ത് സോഷ്യോളജിസ്റ്റുകളും സാമൂഹ്യ നരവംശാസ്ത്രജ്ഞരും കൊളോണിയൽ വിരുദ്ധത, ദേശീയവാദ വികാരങ്ങളിൽ നിന്ന് തുടങ്ങിയവയിൽ നിന്ന് ഇതിൽ കൊളോണിയൽ വിരുദ്ധതയിൽ നിന്നും ദേശീയവാദ വികാരങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രചനകളും നടത്തി. ഇന്ത്യൻ സാമ്യശാസ്ത്രത്തെയും സാമൂഹ്യ നരവംശാസ്ത്രത്തിലെ പ്രസിദ്ധരായ LK ആനന്ദകൃഷ്ണ അയ്യർ, ശരത്ചന്ദ്ര റോയ്, GS ഗുറെ, BN സീൻ, BK സർക്കാർ, രാധാ കമൽ മുഖർജി, DP മുഖർജി, BN ദത്ത്, KP ചതോപാധ്യായ, AR ദേശായി, MN ശ്രീനിവാസ് തുടങ്ങിയ അവരുടെ രചനകളിൽ കൊളോണിയൽ വിരുദ്ധ പ്രകടനം വളരെ ശക്തമായിട്ട് കാണാമായിരുന്നു. വൺ വേർഡ് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല, അത്രയും പേരുകളൊന്നും പഠിക്കാൻ കഴിയില്ല. അത് ഒന്ന് രണ്ട് ആളുകളുടെ പേര് നമുക്ക് സ്വാഭാവികമായിട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കുകയും ചെയ്യും, മറ്റ് ഇടങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പാശ്ചാത്യ സിദ്ധാന്തങ്ങളും അനുമാനങ്ങളുമാണ് ഇവർ നിരസിച്ചത്. ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ പാശ്ചാത്യ വിഭാഗങ്ങളും ആശയങ്ങളും പര്യാപ്തമല്ല എന്ന് അതായത് അവരെ കൊണ്ട് നമ്മളുടെ ഭാവി ചിത്രീകരിക്കാൻ കഴിയില്ല, ആരെ കൊണ്ട്, പാശ്ചാത്യരെ കൊണ്ട് കഴിയില്ല എന്ന് ഇവർ വാദിച്ചു. ഇന്ത്യൻ സോഷ്യോളജിയുടെ ചരിത്രത്തിലെ 3 സ്ഥാപനങ്ങളുടെ വികസനം ഗണ്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് 1914 സോഷ്യോളജി, ഇക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. രണ്ടാമതായിട്ട് 1917 പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ്. മൂന്നാമതായിട്ട് 1917 തന്നെ ആരംഭിച്ച അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മൈസൂർ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ 3 യൂണിവേഴ്സിറ്റികളുടെ സ്ഥാപനമാണ് ഇന്ത്യൻ സോഷ്യോളജിയുടെ ചരിത്രത്തിൽ ഗണ്യമായ മാറ്റം വരുത്തിയ 3 സംഗതികൾ. ഏതൊക്കെയാണ്? ഒന്ന് ബോംബെ യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് കൽക്കത്ത യൂണിവേഴ്സിറ്റി, ഇനിയൊന്ന് മൈസൂർ യൂണിവേഴ്സിറ്റി. സോഷ്യോളജി ഒരു വിഷയമായി പഠിപ്പിക്കുന്നതിലെ ഈ സംഭാവനകൾ, ഈ യൂണിവേഴ്സിറ്റികളുടെ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ സ്ഥാപനവൽക്കരണത്തിൻ്റെയും പ്രൊഫഷണലൈസേഷൻ്റെയും പ്രക്രിയയെ കൂടുതൽ ലളിതമാക്കി. ബോംബെ, കൽക്കട്ട, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദം നേടിയ വിദ്യാർത്ഥികൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചേരുകയോ അല്ലെങ്കിൽ അവർ തന്നെ അത് ഇന്ത്യയിൽ സോഷ്യോളജിയുടെ, സോഷ്യൽ ആന്ത്രോപോളജിയുടെ വ്യാപനത്തിന് ഇടവരുത്തുന്ന വിധത്തിലുള്ള പഠനങ്ങൾ അവർ നടത്തുകയോ ചെയ്തിട്ടുണ്ട്. MN ശ്രീനിവാസിൻ്റെയും പാണിനിയുടെയും അഭിപ്രായത്തിൽ ഇന്ത്യയിലെ സാമ്യശാസ്ത്രത്തിൻ്റെയും സാമ്യ നരവംശാസ്ത്രത്തിൻ്റെയും വികാസം വളർച്ചയും 3 ഘട്ടങ്ങളിലായാണ് വരുന്നത്. ആദ്യം 1773 മുതൽ 1900 AD വരെയുള്ള കാലഘട്ടം. ഇതവർക്ക് അടിത്തറ പാകിയ ഘട്ടമാണ്. സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും വളർച്ചയ്ക്ക് അടിത്തറ പാകിയ ഘട്ടം 1773 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തത് 1901 മുതൽ 1950 AD വരെയുള്ള കാലഘട്ടം. ഈ വിഷയങ്ങൾ ഒരു പ്രൊഫഷണലൈസ് ചെയ്ത ഘട്ടമാണ്. അതായത് ഒരു പാഠ്യപദ്ധതിയായിട്ട് എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയ, ഒരു സെപ്പറേറ്റ് വിഷയമായിട്ട് എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് 1901 മുതൽ 1950 വരെയുള്ള കാലഘട്ടം. മൂന്നാമതായിട്ട് സ്വാതന്ത്ര്യാനന്തര വർഷങ്ങളാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലങ്ങളാണ്. ഈ ഘട്ടത്തിൽ വിദേശ സഹപ്രവർത്തകരുടെ പിന്തുണയോടെ ഫണ്ട് ലഭ്യമാക്കുകയും കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഘട്ടങ്ങളാണ്. ഇനി ആ ഘട്ടങ്ങളെ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതങ്ങനെ തന്നെ ചോദിക്കും പരീക്ഷയ്ക്ക്. ദ ഫസ്റ്റ് ഫേസ്, ദ ഫൗണ്ടേഷൻ, അടിത്തറയിട്ട ഘട്ടം, ഒന്നാമത്തെ ഘട്ടം. നോക്കുക, ഈ ഘട്ടത്തിൽ ആദ്യകാല ഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, നിയമപുസ്തകങ്ങൾ എന്നിവയുടെ വ്യാഖ്യാനത്തിലൂടെ ഇൻഡോളജിസ്റ്റുകളും ഭരണാധികാരികളും ഇന്ത്യയുടെ ഭൂതകാലവും വർത്തമാനകാലവും കണ്ടെത്താൻ ശ്രമിച്ചു. കൂടാതെ അവർ അനുഭവപരമായ വിശദീകരണങ്ങളെ സെൻസസ് റിപ്പോർട്ടുകളുടെയും ആശ്രയിക്കുകയും ചെയ്തു. 1901 മുതൽ 1902 കാലഘട്ടത്തിൽ WHR റിവേഴ്സ്ഡ് ഓർഡർക്കിടയിൽ, അതൊരു പ്രത്യേക വിഭാഗം ആളുകളാണ് കേട്ടോ, റിവേഴ്സ്ഡ് ഓർഡറുകൾ എന്ന് പറയുന്നത്, തീവ്രമായ ഫീൽഡ് വർക്ക് നടത്തുകയും 1906 തൻ്റെ സ്മാരക കൃതിയായ ദ ടോഡാസ് ഇൻ 1906
1906 ടോഡർമാർ എന്നൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലെ ബഹുഭാര്യത്വം, ബന്ധുത്വം, വിവാഹം എന്നിവയെക്കുറിച്ച് ധാരാളം ആർട്ടിക്കിളുകൾ പ്രസിദ്ധീകരിച്ചു. ആരാണ് ആൾ? WHR റിവേഴ്സ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നദികളല്ല, ഒരാളിൻ്റെ പേരാണ് കേട്ടോ. റിവേഴ്സിൻ്റെ സ്റ്റുഡൻ്റായ GS ഗുറേയും KP ചതോപാധ്യായയും 1940 വരെ ഇന്ത്യൻ സോഷ്യോളജിയെയും സോഷ്യൽ ആന്ത്രോപോളജിയെയും സമ്പന്നമാക്കി. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ട അവരുടേതായ സംഭാവനകൾ നൽകി. റാഡ്ക്ലിഫ് ബ്രൗൺ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ചൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. LK അനന്തകൃഷ്ണ അയ്യർ കൊച്ചിയിലെയും മൈസൂരിലെയും ജാതി വിഭാഗങ്ങളെയും ഗോത്രവിഭാഗങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകൾ ഇനിയും വരും പറഞ്ഞില്ല, അപ്പം അങ്ങനെ പഠിക്കും. അദ്ദേഹം കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളെക്കുറിച്ചും എഴുതി. ഇന്ത്യയിലെ നരവംശാസ്ത്രത്തിൻ്റെ വായ്മൊഴിയായി കണക്കാക്കുന്ന മാൻ ഇൻ ഇന്ത്യ SC റോയിയുടെ ഒരു പ്രധാന ജേണലാണ് മാൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മനുഷ്യർ. 1934 SC റോയ് കാസ്റ്റ്, റേസ് ആൻഡ് റിലീജിയൻ ഇൻ ഇന്ത്യ എന്നൊരു ഗ്രന്ഥവും എഴുതി. ഇതൊക്കെ വൺ വേർഡ് വരും കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ പുസ്തകവും ആളിൻ്റെ പേരൊക്കെ തന്നെ. കാസ്റ്റ്, റേസ് ആൻഡ് റിലീജിയൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജാതി, വർഗം, മതം. 1905 നരവംശ ശാസ്ത്ര സർവേയുടെ സ്ഥാപനം, എത്നോഗ്രാഫിക് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നരവംശ ശാസ്ത്രത്തിൻ്റെ വികാസത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ടാണ് കണക്കാക്കുന്നത്. 1905 കേട്ടോ. 1908 1909 കാലഘട്ടത്തിൽ അവർ ജില്ലാ ഗസറ്ററുകളുടെയും ഇമ്പീരിയൽ ഗസറ്ററിൻ്റെയും 26 വാല്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഈ സർവേ. ഈ വാല്യങ്ങൾ ഇന്ത്യയിലെ ഓരോ പ്രവിശ്യയിലെയും വ്യത്യസ്ത ജാതികളുടെയും ഗോത്രങ്ങളുടെയും വിശദമായ വിവരണം നൽകുകയും ചെയ്തു. ഇതാണ് അടിത്തറ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ. ഇനി സെക്കൻഡ് ഫേസാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, സ്ഥാപനവൽക്കരണ ഘട്ടം. 1914 ബോംബെ യൂണിവേഴ്സിറ്റി സോഷ്യോളജി ഒരു വിഷയമായി പഠിക്കാനുള്ള ഗ്രാൻഡ് ഗവൺമെൻറ്റിൽ നിന്നും നേടിയെടുത്തു. ഗ്രാൻഡ് പറഞ്ഞാൽ അനുമതി ഗവൺമെൻറ്റിൽ നിന്നും നേടിയെടുത്തു. അതേ വർഷം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് അവിടെ സാമ്പത്തിക ശാസ്ത്രവും സോഷ്യോളജിയും പഠിക്കാനുള്ള അവസരവും ലഭിച്ചു. അതുപോലെ നഗരാസൂത്രകനും ബയോളജിസ്റ്റുമായ പാട്രിക് ഗഡ്ഡൻ്റെ നേതൃത്വത്തിൽ, കേട്ടോ ഓരോ പേരുകൾ പറയുമ്പോൾ, പാട്രിക് ഗഡ്ഡൻ്റെ നേതൃത്വത്തിൽ 1919 സോഷ്യോളജിയുടെയും സിവിക്സിൻ്റെയും വകുപ്പ് ആരംഭിച്ചു. ഗിഡൻ്റെയും GS ഗുരയുടെയും കീഴിൽ ബോംബെ സോഷ്യോളജി പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ട് മാറി. വൺ വേർഡ് വരും ഇത്. 1917 BNCയിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലും സോഷ്യോളജി പഠനത്തിന് മുൻകൈയെടുത്തു. അറിയപ്പെടുന്ന സോഷ്യോളജിസ്റ്റുകളായ രാധാകമർ മുഖർജിയും ബിനോയ് കുമാർ സർക്കാരുമാണ് അവിടെ സോഷ്യോളജി പഠിപ്പിച്ചിരുന്നത്. എവിടെ? ബോംബെ യൂണിവേഴ്സിറ്റിയിൽ, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ. ഇതിന് പുറമെ ലക്നൌവും ഒരു പ്രധാന സോഷ്യോളജി ആന്ത്രോപോളജി പഠന കേന്ദ്രമായിട്ട് വളർന്നു വന്നു. 1921 രാധാകമൽ മുഖർജി ഇക്കണോമിക്സിൻ്റെയും സോഷ്യോളജിയുടെയും ഒരു സംയുക്ത ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവിടെ ലക്നൌവിൽ ആരംഭിച്ചു. 1922 DP മുഖർജിയും 1928 DN മജുംദാറും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നതോടുകൂടി ലക്നൗ സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറി. ഇത് ചോദിക്കാറുണ്ട് പരീക്ഷ കേട്ടോ. ലക്നൗ ഒരു പ്രധാന സോഷ്യോളജി പഠന കേന്ദ്രമാണ് സമർത്ഥിക്കുക എന്ന്. 1921 മുതൽ 1929 വരെ BNCയിലായിരുന്നു മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. 1928 ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയും 1930 പൂനെ യൂണിവേഴ്സിറ്റിയും സോഷ്യോളജി പഠനം ആരംഭിച്ചു. പൂനെയിലെ ഐരാവതി കർവയുടെ കീഴിലാണ് പഠനം ആരംഭിച്ചത്. ഈ കാലഘട്ടത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇക്കണോമിക്സ്, ആന്ത്രോപോളജി, ഫിലോസഫി എന്നിവയോടൊപ്പമാണ് പഠിപ്പിച്ചിരുന്നത് സോഷ്യോളജി. അതായത് ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഈ വിഷയങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് സോഷ്യോളജി പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഗവേഷണം നടത്തുമ്പോൾ ഏതിനൊപ്പമാണോ സോഷ്യോളജി പഠിക്കുന്നത് ആ വിഷയം കൂടി ഗവേഷണം നടത്തേണ്ടതായിട്ട് വന്നു. മറ്റൊരു കാര്യം, സോഷ്യോളജി, സോഷ്യൽ ആന്ത്രോപോളജി, സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ഫിലോസഫി എന്നിവയെ പരസ്പരം വേർതിരിക്കുക എന്നത് പ്രയാസമാണ്. കൊളോണിയൽ ശക്തികളുടെ ഇടപെടലിൻ്റെ വിവരണങ്ങൾ കൂടി ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ഇൻഡോളജിസ്റ്റുകൾക്ക് അത് പ്രത്യേകം വേർതിരിക്കേണ്ടതായിട്ടും വന്നു. അതായത് അവരുടെ എഴുത്തുകൾ കൂടി ഇതിലുണ്ടല്ലോ, അവരുടെ രചനകളോട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്തല്ല ശരിയല്ല. അപ്പോൾ അത് വേർതിരിക്കേണ്ടതുകൊണ്ട് സബ്ജക്റ്റുകളെ വേർതിരിക്കേണ്ടതായ ഒരു ആവശ്യം വന്നു. ഇനി തേർഡ് ഫേസ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥാപനങ്ങളൊക്കെ പഠിക്കണമെന്ന് ചോദിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സ്ഥാപനവൽക്കരണമാണ്. ഏതെല്ലാം സ്ഥാപനങ്ങൾ വന്നു എന്നതാണ്. അപ്പോൾ അത് പഠിച്ചേ മതിയാവും കേട്ടോ. കാരണം പഠിക്കണമെങ്കിൽ ചെയ്യാം. ഇനി തേർഡ് ഫേസ്, മൂന്നാമത്തെ ഘട്ടം, പ്രൊഫഷണലൈസേഷൻ ഘട്ടം. അതായത് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടം. നോക്കുക, സ്വാതന്ത്ര്യാനന്തരം വിവിധ ഭരണ പ്രക്രിയകൾക്ക് സാമ്യശാസ്ത്രപരമായ സമീപനങ്ങൾ ആവശ്യമായിട്ട് വന്നു ഇന്ത്യയിൽ. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഘട്ടമാണല്ലോ മൂന്നാമത്തെ ഘട്ടം. ആസൂത്രണ വികസനത്തിന് ജനങ്ങളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അറിയണമെങ്കിലും സാമ്യശാസ്ത്രം ആവശ്യമായിരുന്നു.
പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രോഗ്രാം എവല്യൂഷൻ ബോർഡ് സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും ആവശ്യകത വർദ്ധിപ്പിച്ചു. അതായത് ഇന്ത്യയിൽ പ്ലാനിംഗ് നടപ്പിലാക്കണമെങ്കിൽ സോഷ്യോളജിയോ സോഷ്യൽ ആന്ത്രോപോളജിയോ അറിയണമായിരുന്നു എന്ന്. ഈ നയങ്ങൾ, അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ, അതായത് നയരൂപകർത്താക്കൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും സോഷ്യോളജിസ്റ്റുകളുടെ ഡാറ്റ ആവശ്യമായിട്ട് വന്നു. 1969 ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR എന്നാണ് കേട്ടോ, ഷോർട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കുക. അത് ICSSR സ്ഥാപിച്ചു. പഞ്ചവത്സര പദ്ധതി അനുസരിച്ചുള്ള പ്ലാനിംഗ് കൂടി ആയപ്പോൾ സോഷ്യോളജി കൂടുതൽ വികാസം നേടി. കൂടുതൽ യൂണിവേഴ്സിറ്റികൾ കൂടി ഈ കോഴ്സ് എത്തി. ശീതയുദ്ധ രാഷ്ട്രീയവും അമേരിക്കയുടെ വ്യാപനവും സാമ്യശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലെ ഏരിയ പഠനങ്ങളുടെ വികസനവും ഫോർഡ് ഫൗണ്ടേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഫോർഡ് ഫൗണ്ടേഷൻ പോലുള്ള ജീവകാരുണ്യ സംഘടനകളിൽ നിന്നുള്ള ധനസഹായവും 1950കളിലും 60കളിലും ഈ വികസനത്തിന് ആക്കം കൂട്ടി. ധനകര കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ധനകര കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഗ്രാമീണ സമൂഹങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കി. ഈ സംഭവവികാസങ്ങൾ സാമ്യശാസ്ത്രജ്ഞർക്കും നരവംശാസ്ത്രജ്ഞർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചതിനനുസരിച്ചുള്ള അതേ വിഷയങ്ങൾക്കനുസൃതമായ തൊഴിൽ ലഭ്യമായി. അമേരിക്കൻ സർവകലാശാലകളുമായും ജീവകാരുണ്യ സംഘടനകളുമായുമുള്ള അക്കാദമികവും തൊഴിൽപരവുമായ സഹകരണം ഗ്രാമീണ സമൂഹങ്ങളിലെ ഗവേഷണ പദ്ധതികൾക്കുള്ള ഫണ്ട് ലഭിക്കാൻ ഇന്ത്യൻ സാമ്യശാസ്ത്രജ്ഞരെയും നരവംശാസ്ത്രജ്ഞരെയും സഹായിച്ചു. അവർ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കമ്മ്യൂണിറ്റി വികസന പരിപാടികളുടെ സ്വാധീനത്തെക്കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ ക്രോസ് കൾച്ചറൽ പ്രശ്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ഗ്രാമങ്ങളുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ ഇന്ത്യക്കാരും വിദേശീയരുമായ സാമ്യശാസ്ത്രജ്ഞർ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സാമൂഹിക ജീവിതം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അതുപോലെ മതശൃംഖലകൾ എന്നിവയുടെ സ്വഭാവം മാറ്റുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ പഠനങ്ങൾ നഗരവൽക്കരണ പ്രക്രിയകളുടെയും ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ബന്ധങ്ങളെ പരിശോധിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. ഈ ഘട്ടത്തിലെ പ്രധാന പ്രവണതകളിലൊന്നാണ് അളവ് പഠന രീതികളുടെ പ്രാമുഖ്യം. സാമ്യശാസ്ത്രജ്ഞരും സാമൂഹ്യ നരവംശാസ്ത്രജ്ഞരും തങ്ങളുടെ അനുഭവപരമായ ഗവേഷണത്തിനായി ആധുനിക സർവേ ഗവേഷണ രീതികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചു തുടങ്ങി. അജണ്ട നിശ്ചയിക്കുന്നത് ഭരണകൂടത്തിൻ്റെയും ഫണ്ടിങ് ഏജൻസികളുടെയും നിയന്ത്രണത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത്. ഇക്കാലത്തെ മറ്റൊരു പ്രവണത ഗവേഷണ മുൻഗണനകളും കൂടെ ഒരു വശത്തെ ജീവകാരുണ്യ സംഘടനകളിൽ നിന്നുള്ള ധനസഹായവും ഗവേഷണങ്ങളെ സഹായിച്ചു എന്നതാണ്. അതേസമയം അത് അവയ്ക്കിടയിൽ അനാവശ്യമായ സങ്കീർണതകളും ഉണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും വേർതിരിക്കലാണ് ഇക്കാലത്തെ മറ്റൊരു പ്രധാന പ്രവണത. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ ഘട്ടത്തിലും സ്ഥാപനവൽക്കരണത്തിലും ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരു ബൗദ്ധിക പൈതൃകം പങ്കിടുകയും ചെയ്തു, ബുദ്ധിപരമായൊരു പൈതൃകം പങ്കിടുകയും ചെയ്തു. ഇനി അടുത്തൊരു ഹെഡിങ് വരുന്നതാണ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിവിധ വീക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ സാമ്യശാസ്ത്രജ്ഞർ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ വിവിധ വീക്ഷണങ്ങൾ വികസിപ്പിച്ചു. അതിൽ പ്രധാനമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന് ഇൻഡോളജിക്കൽ ആൻഡ് ടെക്സ്റ്റ്വൽ പെർസ്പെക്റ്റീവ്. നമ്മൾ സൂചിപ്പിച്ച ഒന്നാണ്. എന്താണ് ഇൻഡോളജിക്കൽ അല്ലെങ്കിൽ പുസ്തക കാഴ്ചപ്പാടുകൾ പറഞ്ഞില്ലേ, ടെക്സ്റ്റ്വൽ വീക്ഷണങ്ങൾ എന്നാ പറയുക, പുസ്തകപരമായ കാഴ്ചപ്പാടുകൾ. ഈ സമീപനം വികസിപ്പിച്ചെടുത്തത് GS ഗുറേയും ലൂയിസ് ഡ്യൂമോണ്ടുമാണ്. GS ഗുറേ ആൻഡ് ലൂയിസ് ഡ്യൂമോണ്ട്. രണ്ട് പണ്ഡിതന്മാരും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രത്യേക ശാസ്ത്ര സമീപനം ഉപയോഗിച്ചവരാണ്. ഈ വീക്ഷണം അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളും പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളും ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, സമൂഹം എന്നിവ പഠിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് അവർ പറയുന്നു. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉറവിടങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും പൗരസ്ത്യവാദികളും ഈ സമീപനം ഉപയോഗിച്ചിരുന്നു. ആരുടെ സമീപനം? GS ഗുറേയുടെയും ഡ്യൂമോണ്ടിൻ്റെയും സമീപനം ഉപയോഗിച്ചിരുന്നു. ഇനി രണ്ടാമത്തതാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം, ഘടനാധർമ്മ സമീപനം. ആദ്യം പറഞ്ഞ ഏതാണ് നമ്മൾ പറഞ്ഞത്? പുസ്തക വിവരണം, അതുപോലെ തന്നെ ഇൻഡോളജികൾ. രണ്ടാമത്തത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അഥവാ ഘടനാധർമ്മ സമീപത്തൊക്കെ ചോദിക്കട്ട പരീക്ഷയ്ക്ക്. സാമൂഹിക ലോകത്തിൻ്റെ ക്രമപ്പെടുത്തലിനും പാറ്റേണിങ്ങിനുമായി വ്യത്യസ്ത സാമൂഹിക ഘടനകളെക്കുറിച്ചുള്ള പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഘടനാധർമ്മ സമീപനം. ഈ വീക്ഷണം സിസ്റ്റത്തിൻ്റെ പ്രവർത്തനപരമായ ഐക്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതിൽ സിസ്റ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യോജിപ്പോടും ആന്തരിക സ്ഥിരതയോടും കൂടി പ്രവർത്തിക്കും എന്നാണ് അവർ പറയുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഫീൽഡ് വർക്ക് പാരമ്പര്യങ്ങളെയാണ് ഘടനാ പ്രവർത്തന വീക്ഷണം ആശ്രയിച്ചിരുന്നത്.
ചെയ്യുന്നത്. എന്താ ഫീൽഡ് വർക്ക് ആളുകളുടെ ഇടയിലൂടെ നടന്നുകൊണ്ട് ഡാറ്റ ശേഖരിക്കുക എന്നുള്ളതാണ്. സാമൂഹിക സ്ഥാപനങ്ങളെയും സാമൂഹിക പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള സന്ദർഭോചിതമായ ധാരണയ്ക്ക് ഊന്നൽ നൽകുന്ന ഒന്നായിരുന്നു ഘടനാധർമ്മ സമീപനം. ഇനി മൂന്നാമത്തത് മാർക്സിസ്റ്റ് വ്യൂ ആണ്. കാൾ മാർക്സിൻ്റെ ചിന്താഗതി അനുസരിച്ചുള്ള ഇന്ത്യൻ സാമ്യശാസ്ത്രജ്ഞരും സാമ്യ നരവംശാസ്ത്രജ്ഞരും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിരവധി മാർക്സിയൻ വിഭാഗങ്ങളുടെ മാതൃകകളും സ്വീകരിച്ചിരുന്നു. ഇത് ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ ഭൗതികവും സാമ്പത്തികവുമായ വ്യാഖ്യാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്വത്ത് ബന്ധങ്ങളിൽ സംഭവിക്കുന്ന സാമൂഹിക മാറ്റത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് വാദിക്കുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പരിവർത്തനം മനസ്സിലാക്കാൻ അവർ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന മാർക്സിൻ്റെ തത്വം പ്രഖ്യാപനവും ഉപയോഗിച്ചു. ഇനി നാലാമത്തൊരു വ്യൂ ആണ്, അല്ലെങ്കിൽ വീക്ഷണമാണ് സിന്തസിസ് ഓഫ് ടെക്സ്ച്വൽ ആൻഡ് ഫീൽഡ് വ്യൂ. ഗ്രന്ഥപരവും ഫീൽഡ് കാഴ്ചപ്പാടിൻ്റെയും സമന്വയം രണ്ടും കൂടി ചേർന്നത്. പുസ്തകത്തിൽ നിന്നുള്ളതും ഒപ്പം ഫീൽഡ് വർക്കിലൂടെ കിട്ടുന്നതുമായ വിവരണങ്ങളുടെ ഒരു സമന്വയം, ഒരു കൂടിച്ചേരൽ. ചില പണ്ഡിതന്മാർ പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളെ ഫീൽഡ് വീക്ഷണത്തോടെ വീക്ഷിക്കുന്ന പുസ്തക വീക്ഷണത്തെ സമന്വയിപ്പിച്ചു. അത് ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ അനുഭവങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. വായന ഫീൽഡ് വീക്ഷണത്തിൻ്റെ ഈ സമന്വയം ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയെയും ബന്ധുത്വ സമ്പ്രദായങ്ങളെയും കുറിച്ച് വളരെ രസകരമായ പഠനങ്ങളാണ് സൃഷ്ടിച്ചത്. സാമൂഹിക സ്ഥാപനങ്ങളെയും സാമൂഹിക വ്യവസ്ഥിതികളെയും അതിൻ്റെ തുടർച്ചകളും മാറ്റങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു എന്ന് പറയപ്പെടും. ഇനി മറ്റൊരു വീക്ഷണമാണ് സബാൾട്ടൻ പെർസ്പെക്റ്റീവ്, സബാൾട്ടൻ കാഴ്ചപ്പാട്, കീഴാള കാഴ്ചപ്പാട്. സബാൾട്ടൻ എന്ന് പറഞ്ഞാൽ കീഴാളർ എന്നാണ്, കീഴാള കാഴ്ചപ്പാട്. 1960കളിലെ ഹിസ്റ്റോറിയോഗ്രാഫിക് രചനകളിൽ നിന്നാണ് ഈ കാഴ്ചപ്പാടിൻ്റെ സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ കീഴാള പഠനത്തിൻ്റെ ഉദയം. ഈ കാഴ്ചപ്പാടനുസരിച്ച് ഈ ബഹുജന വീക്ഷണകോണിൽ നിന്നാണ് ചരിത്രം എഴുതേണ്ടത് എന്നാണ്. അതായത് മുഴുവൻ ജനങ്ങളെയും ഭൂരിപക്ഷം ജനങ്ങളുടെയും കാഴ്ചപ്പാടിൽ നിന്നാണ് ചരിത്രം എഴുതേണ്ടതെന്ന്, വരേണ്യ വീക്ഷണകോണിൽ നിന്നല്ല. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. കൊളോണിയൽ നാഷണലിസ്റ്റ് ചരിത്രരചനയുടെ യൂറോസെൻട്രിക് എലിറ്റിസ്റ്റ് പക്ഷപാതം ഒഴിവാക്കാനാണ് അവർ ആഗ്രഹിച്ചത്. എന്താണ് യൂറോസെൻട്രിക് ആൻഡ് എലിറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ? യൂറോസെൻട്രിക് എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രചന, എലിറ്റിസ്റ്റ് എന്ന് പറഞ്ഞാലോ ഭരണവർഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രചന. അത് രണ്ടും ഒഴിവാക്കിയിട്ട് ഇന്ത്യക്കാരായ എല്ലാ ജനങ്ങളെയും, താഴേക്കിടയിൽ നിന്നുള്ള ജനങ്ങൾ, അതാണ് കീഴാളർ എന്ന് വരുന്നത്, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രചനകൾ നടത്തണമെന്ന് ആഗ്രഹിച്ചവരാണ് സബാൾട്ടൻ പെർസ്പെക്റ്റീവിൻ്റെ ആളുകൾ. കീഴാളർ ചരിത്രത്തിൻ്റെ വിഷയം മാത്രമല്ല, അവർ ചരിത്രത്തിൻ്റെ നിർമ്മാതാക്കളാണ് എന്നതായിരുന്നു ഇവരുടെ വാദം. ഇത്രയാണ് പെർസ്പെക്റ്റീവ്സ് വരുന്നത് കേട്ടോ. ഇനി ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയാണ്. സോഷ്യോളജി ആന്ത്രോപോളജിയും പരസ്പരമുള്ള ബന്ധം എന്താണെന്ന് അതും ചോദിക്കും പരീക്ഷയ്ക്ക്. ഒരു നൂറ്റാണ്ട് മുമ്പേ ഇന്ത്യയിൽ സാമ്യശാസ്ത്രത്തെയും നരവംശാസ്ത്രത്തെയും ഇരട്ടകളായ വിഷയങ്ങളായിട്ടാണ് കണക്കാക്കിയത്. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. രണ്ട് വിഷയങ്ങൾക്കും വ്യത്യസ്ത അസ്തിത്വങ്ങളുണ്ട്, എങ്കിലും അവ പല കാര്യങ്ങളിലും പരസ്പര ബന്ധം പുലർത്തുന്ന വിഷയങ്ങളുമാണ്. ഒരേ വിഷയങ്ങളാണ് ഇവ രണ്ടും കുറേ കാലം കൈകാര്യം ചെയ്തിരുന്നത് എന്നതിനാൽ ഇവയെ വിഭജിക്കുക എന്നത് പ്രയാസമാണ്. കോളനി വാഴ്ച അല്ലെങ്കിൽ കോളനി വ്യാപനത്തിൻ്റെയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് വിഷയങ്ങൾ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചത്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ കാര്യമാണ്. 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണെങ്കിലും ഒരു ശാസ്ത്രീയ ക്രമാനുഗതമായ രൂപം ഈ വിഷയങ്ങൾക്ക് കിട്ടുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാത്രമാണ്. ശ്രീനിവാസനും പാണിനിയും പറയുന്നത് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഇന്ത്യയിൽ ഭരണം നിലനിർത്തുന്നതിന് ഇന്ത്യയിലെ വിവിധ ഗോത്രങ്ങളെയും വർഗ്ഗങ്ങളെയും കുറിച്ച് അറിയേണ്ടത് ആവശ്യമായി വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ആവശ്യത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ നരവംശാസ്ത്രം രൂപീകരിച്ചത് എന്നാണ് ശ്രീനിവാസനും എം.എൻ. ശ്രീനിവാസാണ് കേട്ടത്, ശ്രീനിവാസനും പാണിനിയും പറയുന്നത്. ഒരു അക്കാദമിക വിഷയം എന്ന നിലയിൽ സോഷ്യോളജി ആന്ത്രോപോളജി സോഷ്യോളജിക്ക് മുന്നേ ഉയർന്നു വന്നതാണ്. അങ്ങനെയാണ് ഒരു അക്കാദമിക വിഷയം എന്ന നിലയിൽ സോഷ്യൽ ആന്ത്രോപോളജി ഏതിനു മുന്നേ ഉണ്ടായതാണ്? സോഷ്യോളജിക്ക് മുന്നേ ഉണ്ടായതാണ്. പാശ്ചാത്യ ലോകത്ത് രൂപം കൊണ്ടതാണ് സോഷ്യോളജി. പാശ്ചാത്യ പണ്ഡിതരും ഇന്ത്യൻ പണ്ഡിതരും ഉൾപ്പെടെ അവരുടെ സമൂഹത്തെയും സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ പാശ്ചാത്യ സമീപനങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് തദ്ദേശീയമായി ഈ വിഷയത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യം ഇന്ത്യൻ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും അവരതിന് ശ്രമിക്കുകയും ചെയ്തു. ഈ രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, സോഷ്യോളജി ആധുനിക സമൂഹത്തിൻ്റെയും നാഗരിക സമൂഹത്തിൻ്റെയും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആന്ത്രോപോളജി പരമ്പരാഗത പ്രാകൃത സമൂഹത്തിൻ്റെ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നതാണ്. കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സോഷ്യോളജി പുസ്തക വിശദീകരണങ്ങളും സർവേ ഗവേഷണ രീതികളും ഉപയോഗിക്കുമ്പോൾ ആന്ത്രോപോളജി പങ്കാളിത്ത നിരീക്ഷണ രീതിക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ്.